ഈ തോണിയിൽ കയറി കേരളത്തിൽ നിന്നും ഇവർ പോകുന്നത് കർണാടകയിലേക്കാണ്. 10 രൂപയ്ക്ക് വയനാട്ടിലെ പെരിക്കല്ലൂർ കടവിൽ നിന്നും മൈസൂരിലെ ബൈരക്കുപ്പ കടവിലെത്താം. വയനാടിന്റെ കാടുകളിലൂടെ ഒഴുകി കേരളത്തെയും കർണാടകത്തെയും ബന്ധിപ്പിക്കുന്ന കബനി നദിയിലൂടെ ഒരു യാത്ര. ബൈരക്കുപ്പയിൽ നിന്നും പെരിക്കല്ലൂർ സ്കൂളിലേക്ക് പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളും ഇവിടെ താമസിക്കുന്ന നാട്ടുകാരുമാണ് ഈ തോണിയെ കൂടുതലായി ആശ്രയിക്കുന്നത്. ദിവസേന ഇരു കരകളെയും കൂട്ടിമുട്ടിക്കുന്ന ഈ യാത്ര ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ തോണി രണ്ട് നാടുകളെ, സംസ്കാരങ്ങളെ ബന്ധിപ്പിക്കുന്നു. മുള്ളൻകൊല്ലി പഞ്ചായത്തിലാണ് പെരിക്കല്ലൂർ വരുന്നത്. 1994 പെരിക്കല്ലൂർ ബൈരക്കുപ്പ പാലത്തിന് തറക്കല്ലിട്ടെങ്കിലും 32 വർഷങ്ങൾക്കിപ്പുറവും പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. ബൈരക്കുപ്പ ഒരു ചെറിയ ഗ്രാമമാണ്. നല്ല നാടൻ ചാരായം ഉൾപ്പെടെ കേരളത്തിൽ നിരോധിച്ച പലതും ഇവിടെ വിലക്കുറവിൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ പല സമയത്തും നല്ല ചെക്കിങ് ഉണ്ട്. ഈ നാട് കാണാൻ വന്നിട്ട് അനാവശ്യമായ ഓരോന്ന് കുടിച്ച് ബോധം പോയ ചിലരായിരുന്നു തിരിച്ചുള്ള യാത്രയിൽ തോണിയിലുണ്ടായിരുന്നത്. ഒരു നാട് കാണാൻ വന്നാൽ അവിടുത്തെ പ്രകൃതിയും സംസ്കാരവും കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോകണം. ഒരിക്കലും മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കരുത്.